السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഒരു മുഅ്മിനിൻ്റെ ജീവിതം ദുആകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ വലിയ സൗഭാഗ്യമാണ്. മറ്റു സമുദായങ്ങളെക്കാൾ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ സമുദായങ്ങളെക്കാൾ പരിശുദ്ധമായ ദീൻ നാം ഓരോരുത്തരെയും ധാരാളം ദുആകൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിച്ചാൽ തങ്ങളുടെ ജീവിതം മുഴുവൻ ദുആ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. ഓരോ സന്ദർഭത്തിലും ഓരോ സ്ഥലത്തും നാം പതിവാക്കേണ്ട ദുആകൾ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ രണ്ട് രീതിയിലുള്ള ദുആകൾ കാണാം. ഒന്ന്, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സൗഖ്യത്തെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആകൾ. രണ്ട്, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സൗഖ്യത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന ദുആകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉമ്മത്തിന് താലീമാണ്, ഉമ്മത്തിനെ പഠിപ്പിക്കാൻ കൂടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ടതാണ്, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ ചോദിച്ച കാര്യങ്ങളിൽ വളരെ ഗൗരവത്തിൽ, വളരെ പ്രാധാന്യത്തിൽ അള്ളാഹുവിനോട് കാവൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കടത്തിൽ നിന്ന് നിരന്തരമായി തങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാനപ്പെട്ട ദുആയാണ്. അതിൽ അള്ളാഹുവിനോട് പല കാര്യങ്ങൾ കാവൽ ചോദിക്കുന്ന കൂട്ടത്തിൽ ഗലബത്തിദ് ദൈൻ, കടത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ദുആ ചെയ്യുമായിരുന്നു. സുന്നത്തായ നമസ്കാരങ്ങളിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം, അല്ലാഹു നിന്നോട് ഞാൻ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും കാവൽ ചോദിക്കുന്നു. അതോടൊപ്പം അല്ലാഹുവേ നിന്നോട് ഞാൻ കടത്തിൽ നിന്നും കാവൽ ചോദിക്കുന്നു. തങ്ങൾ വളരെ കൂടുതലായി ദുആ സുന്നത്തായ നമസ്കാരത്തിൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഒരു സഹാബി ചോദിച്ചു, നബി താങ്കൾ വളരെ കൂടുതലായി ദുആ എന്തുകൊണ്ട് ചെയ്യുന്നു? കടത്തിൽ നിന്നും എന്തുകൊണ്ടാണ് താങ്കൾ കൂടുതലായി കാവൽ ചോദിക്കുന്നത്?
തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ദുന്യാവിൽ കടക്കാരനായാൽ ഹദ്ദസ ഫകദബ്, അവൻ സംസാരിച്ചാൽ പിന്നെ കളവ് പറയും. കടക്കാരനായ പിന്നെ അവൻ്റെ സംസാരങ്ങൾ കളവ് നിറഞ്ഞതാകും. വവഅദ ഫഅഖ്ലഫ്, അവൻ വാഗ്ദാനം ചെയ്താൽ അവൻ വാക്ക് ലംഘിക്കുന്നവനായി മാറും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി കാവൽ ചോദിക്കുന്ന വിഷയം, വളരെ കൂടുതലായി കാവൽ ചോദിക്കുന്ന വിഷയം, അതും നമസ്കാരത്തിൽ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചൊരു വിഷയമാണ് കടമെന്നത്. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്, ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരു മനുഷ്യൻ്റെ ദുനിയാവിൻ്റെ എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ഉന്നതമായ ഗുണങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ഹമ്മുൻ ബില്ലൈൽ വഗില്ലുൻ ഫിന്നഹാർ, കടമെന്ന് പറഞ്ഞാൽ ഹമ്മുൻ ബില്ലൈൽ, രാത്രി അവനെ ദുഃഖിതനാക്കുന്ന ഒരു വിഷയമാണ്. പകലിൽ അവനെ നിന്ദിനാക്കുന്ന വിഷയമാണ് കടം എന്നുള്ളത്. അവനെ പകൽ ജനങ്ങൾക്കിടയിൽ നിന്ദിനാക്കി കളയും. രാത്രി കിടക്കാൻ വിരിപ്പിൽ ചെന്നാൽ അവനെ ചിന്താകുലനാക്കി അവനെ അസ്വസ്ഥപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും കിട്ടിയ ശേഷം നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ഭയത്തിലാക്കി കളയരുത്. ലാ തുഖീഫു അൻഫുസകും ബഅദ അംനിഹാ, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ അസ്വസ്ഥമാക്കി ഭയപ്പെടുത്തി വിഷമത്തിലാക്കി കളയരുത്. സമാധാനമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതം വിഷമത്തിലേക്കും ദുഃഖത്തിലേക്കും തള്ളിയിടരുത്. സഹാബാക്കൾ ചോദിച്ചത് എങ്ങനെയാണ് നബിയേ? തങ്ങൾ പറഞ്ഞു, നീ നിന്റെ മേൽ കടത്തെ വലിച്ചു വലിക്കരുത്. കടം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷത്തെയും നശിപ്പിച്ചു കളയുന്നതാണ്. ഉമർ റളിയല്ലാഹു തആല പറയുവാൻ, ഇയ്യാക വദ്ദൈൻ, നീ ജീവിതത്തിൽ കടത്തിൽ നിന്ന് സൂക്ഷിക്കണം. ഫഇന്ന അവ്വലഹു ഹമ്മുൻ വആഖിറഹു ഹർബുൻ, അതിൻ്റെ തുടക്കം നിനക്ക് ദുഃഖമായിരിക്കും, ഹമ്മായിരിക്കും. അവസാനം, അതിൻ്റെ പര്യവസാനം പരസ്പരം പിണക്കവും പരസ്പരം വഴക്കുമായിരിക്കും. എത്രയോ ബന്ധങ്ങൾ നശിച്ചു പോകുന്നു, എത്രയോ കുടുംബങ്ങൾ പരസ്പരം അകന്നു പോകുന്നു, എത്രയോ മിത്രങ്ങൾ പരസ്പരം ശത്രുക്കളായി മാറുന്നു. ജീവിതത്തിൽ അനാവശ്യമായി കടത്തിൽ നിന്ന് സൂക്ഷിക്കാത്തതിന്, അനാവശ്യമായ കടങ്ങളിൽ നിന്ന് സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ. അതുകൊണ്ട് മിസ്കീൻ എന്ന് പറഞ്ഞാൽ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ യാചിച്ച് നടക്കുന്നവരല്ല. സത്യത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം കടം വാങ്ങിച്ച് നിന്നിനായി ജീവിക്കുന്നവരാണ് സത്യത്തിൽ ദുന്യാവിൽ യഥാർത്ഥ ഫക്കീർ, യഥാർത്ഥ മിസ്കീൻ എന്ന് പറയുന്നത്. അവിടെ പരിശുദ്ധമായ ഇസ്ലാമി ശരീഅത്ത് വളരെ ഗൗരവം നൽകിയ ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് കടത്തെക്കുറിച്ചാണ്. ഇദാ തദായാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനി തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു കൽപ്പിക്കാൻ, ഫക്തുബൂഹു, നിങ്ങൾ എന്തെങ്കിലും കടം വാങ്ങിച്ചാൽ അത് എഴുതി വെക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദീനിൽ വലിയ ഗൗരവം നൽകിയ വിഷയമാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ്റെ മേൽ ആദ്യം പ്രധാനമായി നിർബന്ധം വന്നൊരു കാര്യമാണ്, ഒരു മനുഷ്യനെ ഖബറടക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ എന്തെങ്കിലും സമ്പത്ത് ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ആദ്യം നിർബന്ധമാകുന്ന കാര്യം അവന് കടമുണ്ടെങ്കിൽ വീട്ടുക എന്നുള്ളതാണ്. അതിനെ വീതം വെക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നിർബന്ധമാകുന്ന കാര്യം. സഅദ് ബിൻ അത്തൂർ റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ സഹോദരൻ മരണപ്പെട്ടു, അദ്ദേഹത്തിന് 300 ദിർഹം കടമുണ്ടായിരുന്നു. ഞാൻ ആ സമ്പത്തിനെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും ഭാര്യക്കും മക്കൾക്കുമെല്ലാം വീതിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു പറഞ്ഞു, സഅദ്, നിന്റെ സഹോദരൻ ആ കടം വീട്ടാത്തതിൻ്റെ പേരിൽ നിന്റെ സഹോദരൻ്റെ റൂഹിനെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അവിടെ എത്രയും പെട്ടെന്ന് എൻ്റെ സഹോദരൻ്റെ കടത്തിൽ നീ വീട്ടിക്കൊടുക്കും. അദ്ദേഹം പറയും, ഞാൻ ആ 300 ദിർഹമും എൻ്റെ സഹോദരൻ്റെ കടം വീട്ടാൻ ഉപയോഗിച്ചു. 2 ദിർഹം ബാക്കിയായി. അപ്പോൾ സ്ത്രീ വന്ന് അവരുടെ മേലും 2 ദിർഹം കടമുണ്ടെന്ന് പറയുകയും ആ 2 ദിർഹം ഞാൻ കൊടുത്ത് അദ്ദേഹത്തിന് മുഴുവൻ കടവും വീട്ടുകയുണ്ടായി. അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് മേൽ പ്രധാനപ്പെട്ട ബാധ്യത ആ മനുഷ്യൻ്റെ കടം വീട്ടുക എന്നുള്ളതാണ്. അത്രയും ഗൗരവമുള്ള കാര്യമാണ്. സഹാബാക്കൾ പറയുന്നു, ഒരിക്കൽ തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ ഇങ്ങനെ തലയിൽ വെക്കുകയും ആകാശത്തേക്ക് നോക്കുകയും സുബ്ഹാനല്ലാഹ് മാദാ നുസിൽ, സുബ്ഹാനല്ലാഹ് മാദാ നുസിൽ, തങ്ങൾ വളരെ ഗൗരവത്തിൽ തങ്ങൾ പറഞ്ഞു,
സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഇറങ്ങിയിരിക്കുന്നത്. സഹാബാക്കൾ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും ആ വിഷയത്തിൻ്റെ ഗൗരവമെല്ലാം കണ്ടപ്പോൾ എന്താണ് ഇറങ്ങിയതെന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തോന്നിയില്ല. പിറ്റേ ദിവസമായി സഹാബി പോയി ചോദിച്ചു, നബിയെ, താങ്കൾ ഇന്നലെ പറഞ്ഞ വിഷയം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് ഷഹീദായി, എന്നിട്ട് അള്ളാഹു വീണ്ടും ജീവൻ നൽകി. ആ മനുഷ്യൻ വീണ്ടും ഷഹീദായി, വീണ്ടും അള്ളാഹു ജീവൻ നൽകി. ഇങ്ങനെ ദീന്റെ വഴിയിൽ 2 പ്രാവശ്യം ഷഹീദായി. പക്ഷേ ആ മനുഷ്യന് കടമുണ്ട് എങ്കിൽ ആ മനുഷ്യന് സ്വർഗപ്രവേശനം നിഷിദ്ധമാണ്. ദീന്റെ വഴിയിൽ സാധിക്കാത്ത കാര്യമാണ്, മനുഷ്യനൊരു ജീവനേ ഉള്ളൂ. പക്ഷെ 2 പ്രാവശ്യം ഷഹീദായ മനുഷ്യനാണെങ്കിൽ പോലും സ്വർഗം നിഷിദ്ധമാണ്. അവന്റെ കടം വീട്ടപ്പെടുന്നത് വരെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയും. ഇത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു, ഏതെങ്കിലും ജനാസ കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, അലൈഹി ദൈൻ, ഈ മയ്യിത്തിന്റെ മേൽ എന്തെങ്കിലും കടമുണ്ടോ? ഈ ജനാസയുടെ മേൽ എന്തെങ്കിലും കടമുണ്ടോ? ജാബിർ റളിയല്ലാഹു തആല പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു. ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനാസ നമസ്കരിക്കാൻ ഞങ്ങൾ വിളിച്ചു. തങ്ങൾ വന്നു, എന്നിട്ട് ചോദിച്ചു, അലൈഹി ദൈൻ, ഈ മനുഷ്യന് മേൽ കടമെന്തെങ്കിലും ഉണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ദീനാറൈൻ, 2 ദീനാർ കടമുണ്ട്. സഹാബാക്കൾ ഫൻസറഫ, തങ്ങൾ നമസ്കരിക്കാതെ തങ്ങൾ അങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ സഹാബാക്കൾ കൂട്ടത്തിൽപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന് 2 ദീനാർ ഞാൻ കൊടുത്തുകൊള്ളാം, ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നു. തങ്ങൾ പറഞ്ഞു, അബൂ ഖതാദ, നീ ആലോചിച്ച് മനസ്സിലാക്കി തന്നെയാണോ പറയുന്നത്? ഈ മനുഷ്യന്റെ ബാധ്യതയാണ്, ഇത് കൊടുക്കാനുള്ള മനുഷ്യരുടെ ഹക്കാണ്, അത് നീ വീട്ടപ്പെടണം. അത് നബിയെ, ഞാൻ കൊടുത്തുകൊള്ളാം. തങ്ങൾ നമസ്കരിച്ചു. പിറ്റേ ദിവസമായി അബൂ ഖതാദ റളിയല്ലാഹു തആല തങ്ങൾ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചു, മാ ഫഅല ബിദീനാറൈൻ, മാദാ ഫഅല ബിദീനാറൈൻ? അബൂ ഖതാദ, നീ 2 ദീനാർ കൊടുത്തോ? നബി, ഇന്നലെയല്ലേ മരിച്ചത്, ഞാൻ ഇന്ന് കൊടുത്തിട്ടില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം വീണ്ടും കണ്ടു. അദ്ദേഹം പറയാൻ, എന്നോട് തങ്ങൾ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, നീ ആ മയ്യത്തിന്റെ മനുഷ്യന്റെ ആ കടം നീ വീട്ടിയോ? 3-ാമത്തെ ദിവസം ഞാനത് വീട്ടിയെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ശരീരം അത് തീ കൊണ്ട് ചൂട് പിടിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ തൊലികൾ തണുത്തത് ഇപ്പോഴാണ്. നീ ആ കടം വീട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലികൾ തണുത്തത്, ചൂട് പിടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദീനാറിന്റെ വിഷയത്തിൽ, വെറും 2 ദീനാറിന്റെ വിഷയത്തിൽ നബിതങ്ങളുടെ സഹാബാക്കൾപ്പെട്ട സഹാബിയെ പറ്റിയാണ് പറയുന്നത്, ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. എത്ര ഗൗരവമുള്ള വിഷയമാണ് കടം എന്നുള്ളത്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് നമ്മൾക്കിടയിൽ വളരെ ലാഘവത്തോടെ, വളരെ ഗൗരവം നൽകാതെ നാം ചെന്ന് പെടുന്നൊരു മേഖലയാണ്. കിട്ടുന്ന ആരെങ്കിലും കടം തരാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം വാങ്ങിക്കും. ഇങ്ങനെ കടം വാങ്ങിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം വാങ്ങിച്ച് കടം വാങ്ങിക്കൂട്ടും. അത് കൊടുത്ത വീട്ടിനെ കുറിച്ച് ചിന്തയേയില്ല. ഞാൻ എത്ര വലിയ അപകടത്തിലാണ് നിൽക്കുന്ന ചിന്തയേയില്ല. ചിലരാകട്ടെ വാങ്ങിക്കലേ ഉള്ളൂ, അത് കൊടുക്കുന്നവർ ചിന്തയേയില്ല. എന്ന് മാത്രമല്ല, ചില വ്യക്തികൾ മറ്റുള്ളവരുടെ രക്തം നീരാക്കി ഉണ്ടാക്കിയ സമ്പത്ത് കടം വാങ്ങിച്ച് സ്വന്തമായി ആർഭാടമായി ജീവിക്കുക, ലജ്ജയില്ലാതെ. അത് കൊടുക്കുന്നതിനെ ചിന്തയേയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അംവാലൻ, ആരെങ്കിലും ജനങ്ങളുടെ സമ്പത്ത് കടമായി എടുക്കുകയും പിന്നെ അവൻ അതിനെ വീട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. വാങ്ങിച്ചപ്പോൾ തന്നെ അവൻ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടണമെന്ന് ചിന്തയാണ് എങ്കിൽ, സത്യസന്ധമായി അത് കടം വീട്ടണമെന്ന ചിന്തയിലാണ് വാങ്ങിച്ചതെങ്കിൽ തങ്ങൾ പറഞ്ഞു, അള്ളാഹു അവനെ സഹായിക്കും. ഒമൻ അഖദ ഇത്ലാഫഹ അത്ലഫഹു അല്ലാഹ്, ഇനിയൊരു വ്യക്തി കടം വാങ്ങിച്ചു അത് കൊടുക്കുന്നതിന് ചിന്തയേയില്ല, അവൻ ചിന്തയേയില്ല എങ്കിൽ അവനെ അള്ളാഹു തന്നെ നശിപ്പിച്ചു കളയുന്നതാണ്. അവനെ അള്ളാഹു സഹായിക്കുകയില്ല. അവിടെ പരിശുദ്ധമായ ശരീഅത്തിൽ കടം വാങ്ങിക്കുന്നതിനെ തടഞ്ഞിട്ടില്ല, ഹറാമാക്കിയിട്ടില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ജീവിതങ്ങൾ കാണാം. അവർ മറ്റുള്ളവരുടെ കടം വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ മറ്റുള്ളവരുടെ കടം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഒരു മുഅ്മിനിന്റെ മഹത്വം, ഒരു മുഅ്മിന്റെ ഷറഫ്, ഒരു മുഅ്മിന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടി ജനങ്ങളുടെ മേൽ സമ്പത്ത് വാങ്ങിച്ച് ജീവിക്കുന്നതിലല്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് കടം വാങ്ങിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് ജനങ്ങളിലെ സമ്പത്ത് വാങ്ങിച്ച് കടക്കാരനായി ജീവിക്കൽ മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ അന്തസ്സല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, മുഹമ്മദ് ശറഫുൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്. ഒരു മുഅ്മിനിന്റെ ഷറഫ് അത് രാത്രിയിലെ നമസ്കാരത്തിലാണ്. ഒരു മുഅ്മിനിന്റെ ഇസ്സത്ത് ജനങ്ങളിലേക്ക് ആശ്രയിക്കാതെ ജീവിക്കുന്നതിലാണ്. ജനങ്ങളിലെ ഒന്നിലേക്കും ആശ്രയിക്കാതെ ജീവിക്കലാണ് ഒരു മുഅ്മിനിന്റെ ഇസ്സത്ത്. അബൂ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു തആല പറയുന്നു, 8-10 പേരടങ്ങുന്ന സംഘം തങ്ങളുടെ അടുക്കൽ വന്നു ബൈഅത്ത് ചെയ്യാൻ വേണ്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്ത കൂട്ടത്തിൽ അവരോട് ബൈഅത്ത് ചെയ്യുന്നു, നിങ്ങൾ ജനങ്ങളോടൊന്നും ചോദിക്കരുത്, ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആവശ്യങ്ങൾ പറയരുത്, ഒന്നും ചോദിക്കരുത്. അബൂ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു തആല പറയുന്നു, ആ 8 പേരെയും അല്ലെങ്കിൽ 9 പേരെ ഞാൻ ജീവിതത്തിൽ കണ്ടു. അവരുടെ വാഹനപ്പുറത്ത് നിന്ന് അവരെ ചാട്ടവാർ ചാടിപ്പോയാൽ അത് എടുക്കാൻ പോലും പറയുകയില്ലായിരുന്നു. അത്ര ചെറിയ കാര്യം പോലും അവർ സ്വയമായി ഇറങ്ങിയെടുക്കും. ജനങ്ങൾ ഒരു കാര്യം പോലും, ചെറിയ കാര്യം പോലും പറയുകയില്ലായിരുന്നു. സൗമാൻ റളിയല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾ സദസ്സ് പറഞ്ഞു, ആരാണ് എന്നോട് ഈ കാര്യം കരാർ ചെയ്യുന്നത്, ജനങ്ങളോടൊന്നും ചോദിക്കുകയില്ല എന്ന്, എങ്കിൽ ഞാൻ അവർക്ക് ഉറപ്പ് നൽകുന്നു, അവർക്ക് സ്വർഗം നൽകാമെന്ന്. അവർ സ്വർഗവാസിയാണ്. സൗബാൻ റളിയല്ലാഹു ഞാൻ ചാടി എണീറ്റു, നബി ഞാൻ ഉറപ്പ് നൽകാം, ഞാൻ ജനങ്ങളൊന്നും ചോദിക്കുകയില്ല. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തെ വാഹനപ്പുറത്ത് എന്തെങ്കിലും ചാടിപ്പോയാൽ അത് എടുക്കാൻ പോലും കൂട്ടുകാരോട് പറയുകയില്ലായിരുന്നു, സ്വയമായി ഇറങ്ങിയത് എടുക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ അറിയപ്പെട്ട ശീലമായിരുന്നു, അദ്ദേഹം വാഹനപ്പുറത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചാട്ടവാർ ചാടിയാൽ അദ്ദേഹം മൃഗത്തെ ഇരുത്തുകയും അത് ഇറങ്ങി എടുക്കുകയും ചെയ്യുമായിരുന്നു. ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ പറഞ്ഞാൽ പോരെ, ഇത്ര ചെറിയ കാര്യം തങ്ങൾ എന്തിനാണ് ഇറങ്ങിയത്, ബുദ്ധിമുട്ടുന്നത്, ഞങ്ങളത് എടുത്തു തരാമല്ലോ. ഇല്ല, ഇന്ന ഹബീബി അമറനി, എൻ്റെ ഹബീബ്, എൻ്റെ പ്രിയൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുകയാണ്, ജനങ്ങളോടൊന്നും ചോദിക്കരുത്, അത് നിന്ദ്യതയാണ്, അത് വളരെ ലജ്ജയുള്ള കാര്യമാണ്. ആവശ്യങ്ങൾ അത് ജനങ്ങളോടല്ല ചോദിക്കേണ്ടത്. ജീവിതമാണ് ദുന്യാവ്. ഹലാത്തുകൾ, പരീക്ഷണങ്ങൾ, ഇടുക്കങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇതെല്ലാം വരും. ഈ അവസ്ഥകൾ വരുമ്പോൾ ഇതിൻ്റെ പരിഹാരത്തിന് മറ്റുള്ളവരെ പോക്കറ്റിലെ പൈസയിലേക്കല്ല നോട്ടം വെക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിലെ സമ്പത്തിലേക്കല്ല നോട്ടം വെക്കേണ്ടത്. മറിച്ച് മുഅ്മിനിന്റെ പ്രത്യേകത, ജീവിതത്തിൽ പ്രതിസന്ധികളും ഞെരുക്കങ്ങളും വരും. ഈ സമയത്ത് ആദ്യം അവൻ്റെ ചിന്ത പോകേണ്ടത് നിറഞ്ഞ ഖജനാവിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവിലേക്കായിരിക്കും. അവൻ്റെ ഖജനാവ് നിറഞ്ഞതാണ്, എൻ്റെ പ്രശ്നം അവനെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും, അവനിലേക്കാണ് ശ്രദ്ധ തിരിയേണ്ടത്. ആരിൽ നിന്ന് കടം വാങ്ങിക്കാം, കടം തരാൻ ആര് തയ്യാറുണ്ട്? അല്ല, മുഅ്മിൻ ഒരു പ്രശ്നവും പ്രതിസന്ധിയും സാമ്പത്തിക ഞെരുക്കവും വരുമ്പോൾ അവൻ റബ്ബിന്റെ ഖജനാവിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അള്ളാഹു തീർച്ചയായിട്ടും പരിഹരിക്കും, ഉറപ്പായ കാര്യമാണ്. ഹദീസിൽ വരുന്നുണ്ട്, ഒരു മുഅ്മിനിന് ഒരു പ്രയാസം വന്നു, ദാരിദ്ര്യം വന്നു, സാമ്പത്തിക ഞെരുക്കം വന്നു, ജീവിതത്തിൽ പട്ടിണി പ്രയാസം വന്നു, അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അവൻ പറയേണ്ട അവസ്ഥ വന്നു, എങ്കിലും അവൻ സഹിച്ചു, ക്ഷമിച്ചു, ആരോടും പറയാതെ ഇസ്സത്തോടെ ജീവിച്ചു, ക്ഷമിച്ചു. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ജനങ്ങൾ മുന്നിൽ കൈനീട്ടിയില്ല, ആരോടും കടം വാങ്ങിച്ചില്ല. 3 ദിവസം അങ്ങനെ പൂർത്തിയായാൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ്, കളവ് പറയാത്ത നിബിധങ്ങൾ പറയുകയാണ്, അങ്ങനെ ആ 3 ദിവസം ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടാതെ അവൻ്റെ ബുദ്ധിമുട്ടിനെ അവൻ സഹിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം പറഞ്ഞ് 3 ദിവസം പൂർത്തിയാക്കിയാൽ നിബിധങ്ങൾ പറയുന്നു, 1 വർഷത്തേക്കുള്ള റിസ്കിനെ അള്ളാഹു ആ മനുഷ്യന് മേൽ തീരുമാനിക്കും. 3 ദിവസം ജനങ്ങളിൽ കൈനീട്ടിയില്ല. കൈനീട്ടേണ്ട അവസ്ഥ മുന്നിൽ വന്നു, പക്ഷെ കൈ നീട്ടിയില്ല. അള്ളാഹുവിന് മേൽ കൈനീട്ടി അവൻ്റെ പ്രശ്നവും ബുദ്ധിമുട്ടും അള്ളാഹുവിനോട് പറഞ്ഞു. കളവ് പറയാത്ത നാവ് കൊണ്ട് തങ്ങൾ പറയുന്നു, 1 വർഷത്തേക്കുള്ള റിസ്ക് അള്ളാഹു നൽകും. അബൂ സഈദ് റളിയല്ലാഹു തആല പറയുന്നു, ഒരു ദിവസം ഞങ്ങൾ പട്ടിണിയും പ്രയാസത്തിലുമായിരുന്നു. ഒരു ദിവസം എണീറ്റപ്പോൾ ദാരിദ്ര്യം, പട്ടിണി, വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാൻ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി.
അത്രയും വിശപ്പ്, ബുദ്ധിമുട്ട്. എൻ്റെ ഭാര്യ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പറഞ്ഞു, നിങ്ങൾ സഹാബിയല്ലേ, നബിതങ്ങളൊക്കെ ചെയ്യും, നബിതങ്ങളൊക്കെ പോകുന്നവർക്ക് നബിതങ്ങൾ ഇന്ന വ്യക്തികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടല്ലോ, നീയും പോയി നിന്റെ പ്രയാസം പറയും, എനിക്ക് ബുദ്ധിമുട്ടായതിൻ്റെ പേരിലല്ലേ. സഹാബി നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ചെന്നു. തങ്ങൾ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ചെല്ലുമ്പോൾ നബി തങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അദ്ദേഹം കേട്ടതാണ്, അങ്ങനെ ആര് ജനങ്ങളിൽ നിന്ന് നിരാശമായി ജീവിക്കുന്നോ അള്ളാഹു അവനെ സമ്പന്നനാക്കും, അള്ളാഹു അവനെ സമ്പത്ത് നൽകും, അള്ളാഹു അവനെ മതിയായതാണ്. ജനങ്ങളിൽ നിന്ന് നിരാശ്രയനായി ജനങ്ങളിലേക്ക് ആശ്രയിക്കാതെ ആര് ജീവിക്കുന്നു അള്ളാഹു അവനെ സമ്പന്നനാക്കും. സഹാബി പറയാൻ, ഞാനത് കേട്ടപ്പോൾ ചോദിച്ചില്ല, ഞാൻ മടങ്ങിപ്പോന്നു, ലജ്ജ തോന്നി, എൻ്റെ അള്ളാഹ് എന്നെ സമ്പന്നനാക്കും, ഞാൻ എന്തിനാ ജനങ്ങളോട് നബിയോടാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയാൻ, ഞങ്ങൾ അങ്ങനെ ജീവിച്ചു വന്നു. മദീനയിലെ അൻസാരിയിൽപ്പെട്ട കുടുംബത്തിൽ പിൽക്കാലത്ത് ഞങ്ങൾ ഏറ്റവും സമ്പത്തുള്ള കുടുംബമായി മാറി. അദ്ദേഹം തൻ്റെ സ്വയം ജീവിതം പറയുക. ഒരാവശ്യം വന്നു, അതിനെ അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ജനങ്ങളോട് പറഞ്ഞില്ല, ജനങ്ങൾ കൈനീട്ടിയില്ല, ജനങ്ങളോട് കടം വാങ്ങിക്കാൻ പോയില്ല. ആ പ്രശ്നം അള്ളാഹുവിനോട് പറഞ്ഞു. അള്ളാഹ് പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. ഇത് അള്ളാഹുവിന്റെ രീതിയാണ്. കാരണം അള്ളാഹുവിന്റെ ഖജനാവ് നിറഞ്ഞതാണ്. ജനങ്ങളിലെ ഖജനാവ് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ചോദിച്ചാൽ ജനങ്ങൾ വെറുക്കും. പക്ഷെ അല്ലാഹു തആല അവൻ എല്ലാ ഖജനാവിന്റെയും ഉടമസ്ഥനാണ്. യബ്ന ആദം ലാ തഖ്ശാ മിൻ ലീഖിർ റിസ്ഖ് ഫഇന്ന ഖസാഇനി മൽആന ഖസാഇനി ലാ തൻഫദു അബദാ. മനുഷ്യ, നിന്റെ ജീവിതം ഇടുക്കമായാൽ നീ പേടിക്കണ്ട കേട്ടോ. അല്ലാഹു പറയാണ്, നീ പേടിക്കണ്ട, ഭയപ്പെട്ടു പോകണ്ട. എന്തെങ്കിലും സാമ്പത്തികമായ ഞെരുക്കം വന്നാൽ നാളെ എന്താകും, എൻ്റെ മക്കൾ എന്താകും, പേടിക്കേണ്ടതില്ല. നീ എന്നിലേക്ക് തിരിഞ്ഞാൽ മതി. ഇന്ന ഖസാഇനി മൽആൻ, എൻ്റെ ഖജനാവ് നിറഞ്ഞതാണ്. ഇന്ന ഖസാഇനി ലാ തൻഫദു അബദാ, എൻ്റെ ഖജനാവ് ഒരിക്കലും കുറയുന്നതല്ല, തീർന്നു പോകുന്നതല്ല. ഖുദ്സിയ ഹദീസിൽ അല്ലാഹു തആല അറിയിക്കുകയാണ്, ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഖാമു ഫീ സഈദിൻ വാഹിദിൻ. നിങ്ങളുടെ ആദം നബി മുതലുള്ള ആദ്യത്തെ മനുഷ്യൻ മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള അവസാന മനുഷ്യർ എല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടും. ഇന്ന് തന്നെ 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ മുഴുവൻ മനുഷ്യരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി. മനുഷ്യർ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ജിന്നുകളും ഒരുമിച്ച് കൂടി. ഫസഅലൂനി, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എല്ലാം എന്നോട് പറഞ്ഞു. അല്ലാഹു പറയാൻ, ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ആവശ്യങ്ങളെല്ലാം ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തു. ഓരോരുത്തരെയും ഓരോരോ ആവശ്യങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു. അല്ലാഹു തആല പറയുന്നു, മാ നകസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. ഒരു സൂചി സമുദ്രത്തിൽ മുക്കി അത് ഉയർത്തുമ്പോൾ ആ സമുദ്രത്തിൽ എന്ത് കുറവ് സംഭവിക്കും? ഒരു കുറവുമില്ല. അത്ര പോലും അള്ളാന്റെ ഖജനാവിൽ നിന്ന് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യർക്ക് കൊടുത്താലും കുറയാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ ആരിൽ നിന്ന് കടം വാങ്ങിക്കാം എന്നല്ല ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത്. എൻ്റെ റബ്ബിൽ നിന്ന് എങ്ങനെ വാങ്ങിച്ചെടുക്കാം? എൻ്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്, അള്ളാഹുക്ക് മതിയായവനാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി മുൻകഴിഞ്ഞ 4 മുഹദ്ദിസീങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട്, ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച്. അദ്ദേഹം എഴുതുന്നു, 4 പേരുടെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന പേരുള്ള 4 മുഹദ്ദിസീങ്ങൾ. അവർ ഈജിപ്തിൽ താമസിക്കുന്നവരായിരുന്നു. അവർ സമയങ്ങൾ 4 പേരും ഹദീസിന്റെ പഠനത്തിലായി, അത് ജനങ്ങൾക്ക് എത്തിക്കുന്നതിലായി ജോലിയായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവർ പട്ടിണിയിലായി, പ്രയാസത്തിലായി, കഴിക്കാൻ ഭക്ഷണത്തിന്റെ ഒരു ഏർപ്പാടുമില്ലാതെ അവർ ആലോചിച്ചു, ഇനി ജീവിക്കാൻ ഒരു വഴിയൊന്നുമില്ല. നിർബന്ധ സാഹചര്യമായി എന്തെങ്കിലും കഴിച്ചേ മതിയാവും അവസ്ഥയിലായി. അതുകൊണ്ട് നമുക്ക് നറുക്കിടാം. നറുക്ക് വീഴുന്ന വ്യക്തി പുറത്തുപോയി എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കണ്ടെത്തിയിട്ട് വരട്ടെ. അങ്ങനെ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് മുഹദ്ദിസിന്റെ പേരിൽ നറുക്ക് വീണു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എങ്ങനെ ജനങ്ങളിൽ കൈനീട്ടും? എന്റെ റബ്ബിന്റെ മുന്നിൽ കൈനീട്ടി കൈ എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നീട്ടും? അദ്ദേഹം നമസ്കരിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നമസ്കാരം, ഉച്ചസമയം നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ മിസ്രിലെ രാജാവ് കിടന്നുറങ്ങുന്നു. ഉച്ച സമയത്ത് ഉറക്കം. അദ്ദേഹം നിബിതങ്ങളെ സ്വപ്നം കാണുന്നു. നിബിതങ്ങൾ പറയുന്നു, എൻ്റെ നാല് ശിഷ്യന്മാർ, ഹദീസ് പഠിക്കുന്ന എൻ്റെ ശിഷ്യന്മാർ,
അവർ ഇതാ ബുദ്ധിമുട്ടിലാണ്, എത്രയും പെട്ടെന്ന് അവർക്കുള്ള ഏർപ്പാട് ചെയ്യണം. 1000 ദീനാർ ഉടനെ കൊടുത്തയച്ചു, ഭക്ഷണം കൊടുത്തയച്ചു. അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും, ദുന്യാവാണ്, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഉടനെ ആരുടെ പോക്കറ്റ്, ആരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വാങ്ങി, ഇതല്ല. മുഅ്മിൻ ഉടനെ റബ്ബിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാം. അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ തീർച്ചയായും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് കടങ്ങൾ അത് വീട്ടാൻ, കടത്തിലേക്ക് എത്താതിരിക്കാനുള്ള വഴി അള്ളാഹുവിലേക്ക് തിരിയലാണ്. അലി റളിയല്ലാഹു തആല അടുക്കൽ ഒരു മനുഷ്യൻ, ഒരു അടിമ വന്നിട്ട് പറഞ്ഞു, ഞാൻ കരാർ ചെയ്തപ്പെട്ട ഒരു അടിമയാണ്, ഇത്രയും പൈസ കൊടുത്താൽ എന്നെ മോചിപ്പിക്കപ്പെടും. പക്ഷെ ഞാൻ എത്ര ജോലിച്ചതിൽ വീട്ടപ്പെടാത്ത തുകയാണ് എൻ്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അലി റളിയല്ലാഹു പറഞ്ഞു, പേടിക്കണ്ട, നിന്റെ അത് വീട്ടാനുള്ള വഴി ഞാൻ എന്നെ നിബിധങ്ങൾ പഠിപ്പിച്ച ദുആ പഠിപ്പിച്ചു തരാം. ഒരു മലക്ക് തുല്യമായ, പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും നീ ആ ദുആ പതിവാക്കിയാൽ മതി, അള്ളാഹു വീട്ടിൽ തരും. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഇതിന്റെ നിബിധങ്ങൾ പഠിപ്പിച്ചതാണ്. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ദുആയാണ്. നീയും പതിവാക്കിക്കൊള്ളിൻ. ഒരു പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും എനിക്ക് വീട്ടാൻ മതിയായതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അമലുകളിലേക്കും അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയണം. അതല്ലാതെ ആരിന് കടം വാങ്ങിക്കാം, കടം ദീൻ തടയുന്നില്ല. അങ്ങനെ കടക്കാരനായി മരിക്കേണ്ടവനല്ല മുഅ്മിൻ. ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ കടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാൻ, മനുഷ്യൻ മരിക്കുകയാണ്. അങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെ വീട്ടാം എന്ന പ്രതീക്ഷയിൽ അവിടുന്ന് വീടുമെല്ലാം താങ്ങാൻ പറ്റാത്ത വലിയ തുകകൾ കടമായി വാങ്ങിച്ചു. വിവാഹം ആർഭാടമാക്കാൻ വേണ്ടി, മകളുടെ വിവാഹം ആർഭാടമാക്കാൻ വേണ്ടി, വീട് പണിത് ആഡംബരമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ചിന്തയിൽ ജീവിതങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഇവിടുമെല്ലാം വാങ്ങിച്ചു കൂട്ടി മനുഷ്യൻ വീട്ടാമെന്ന പ്രതീക്ഷയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിച്ചു പോകുന്നു. സഹോദരന്മാരെ, അഥവാ നമ്മുടെ മരണശേഷം എങ്ങാനും നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാർ അതിനെ ഗൗരവമായി എടുത്തില്ല എങ്കിൽ, കടക്കാരനായിട്ടാണ് ആഖിറത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് നമ്മുടെ നാശത്തിന് മതിയായതാണ്. മരണം എന്നുള്ളത് ഏത് സമയത്തും വരാം. നമുക്ക് വീട്ടാൻ സമയം ലഭിക്കണമെന്നില്ല. മരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ ആരെ എന്ന് പിടിക്കും അറിയുകയില്ല. നാം ഇന്ന് വീട്ടാം, നാളെ വീട്ടാം എന്ന പ്രതീക്ഷയിൽ അവിടെ നിന്ന് വീടുമെല്ലാം കടം വാങ്ങിച്ചു, ആവശ്യങ്ങൾ മരിച്ചുപോയി, ആഹ്റനാശത്തിലാകും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഈ സമയത്ത് പരിഹാരം അള്ളാഹുലേക്കും അമലുകളിലേക്കും തിരിയലാണ്. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഹിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.